ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ടൗണിൽ റിംഗ് റോഡ് ഉണ്ടാക്കുമെന്ന് NDA സ്ഥാനാർത്ഥി ജിബി പാത്തിക്കൽ. പെരുമ്പാവൂരിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക മേഖല ഒരുക്കുമെന്നും ജിബി മാധ്യമങ്ങളോട് പറഞ്ഞു. MC റോഡും AM റോഡും സന്ധിക്കുന്ന മധ്യ കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷൻ എന്ന നിലയിൽ പെരുമ്പാവൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ റിംഗ് റോഡ് പദ്ധതി തയ്യാറാക്കുമെന്ന് NDA സ്ഥാനാർത്ഥി ജിബി പാത്തിക്കൽ. പെരുമ്പാവൂരിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ ഫണ്ട് ലഭ്യമായില്ലെങ്കിൽ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ ഫണ്ട് ലഭ്യമാക്കാൻ ശ്രമിക്കും. പെരുമ്പാവൂർ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ എൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യം എൻ്റെ ചിന്തയിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പെരുമ്പാവൂരിൻ്റെ ട്രാഫിക് കുരുക്കിനെ കുറിച്ചുള്ളതാണ്. നമ്മുടെ പട്ടണം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു ജംഗ്ഷനാണ്. കാരണം പെരുമ്പാവൂരിലൂടെ കടന്നു പോകുന്നത് രണ്ട് പ്രമുഖ ഹൈവേകളാണ്. ഒന്ന് ആലുവ മൂന്നാർ റോഡ്, മറ്റൊന്ന് MC റോഡ്. അങ്കമാലി തിരുവനന്തപുരം MC റോഡും ആലുവ മൂന്നാർ റോഡും ക്രോസ് ചെയ്യുന്ന ഒരു ജംഗ്ഷനാണ് പെരുമ്പാവൂർ ടൗൺ. ഈ പെരുമ്പാവൂർ ടൗണിൻ്റെ ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോകുന്നെങ്കിൽ 4 ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് രാവിലെയും വൈകിട്ടും കിലോമീറ്ററോളം ക്യൂ നിന്ന് കിടക്കുന്ന ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാറണം. അത് മാറണേന് നിലവിലൊരു ബൈപ്പാസ് എന്നുള്ള പേരിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. പക്ഷെ അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് പ്രായോഗികമല്ല. അതൊരു ചെറിയ ഒരു പരിപാടിയാണ്. അതല്ല വേണ്ട. ശരിക്കും പെരുമ്പാവൂരെ സംബന്ധിച്ചുകൊണ്ടൊരു ബൈപ്പാസ് അല്ല, ഒരു റിംഗ് റോഡാണ് ആവശ്യം. അതായത് ആലുവ മൂന്നാർ റോഡിനെയും 4 റോഡിനെയും കണക്ട് ചെയ്തിട്ട്, ഈ 2 റോഡ് കണക്ട് ചെയ്യുന്ന 4 ഭാഗങ്ങളിലേക്ക്, അതായത് അങ്കമാലി പെരുമ്പാവൂർ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ കോതമംഗലം, പെരുമ്പാവൂർ ആലുവ, ഇതുകൂടാതെ പെരുമ്പാവൂരിൽ നിന്ന് പുത്തൻകുരിശിൽ പോകുന്ന PP റോഡ്, ഇങ്ങനെ ഈ 5 റോഡുകളും കണക്ട് ചെയ്ത റിംഗ് റോഡാണ് എൻ്റെ മനസ്സിലെ സങ്കല്പം. ഒരു 30 മീറ്ററിലോ 35 മീറ്ററിലോ ഒരു 6 വരി റിംഗ് റോഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 6 വരി പാത പോലെ 60 മീറ്ററിൽ ഒരു ഹൈവേ എടുക്കേണ്ട കാര്യമില്ല. 30-35 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്കൊരു 6 വരി പാത, ഒരു 6 വരി പാതയിലും 2 മീറ്റർ ഫുട്പാത്ത് അടക്കം നമുക്കൊരു 35 മീറ്ററിൽ പണിതെടുക്കാൻ പറ്റും. അപ്പോൾ ഈ 6 വരി പാത അല്ലെങ്കിൽ ഒരു റിംഗ് റോഡ് ഉണ്ടെങ്കിൽ പെരുമ്പാവൂർ ടൗണിൻ്റെ ട്രാഫിക് കുരുക്കിന് ഒരു പരിഹാരമാവും. അത് ഒരുപക്ഷെ കേരള ഗവൺമെൻറ് സാമ്പത്തിക അവസ്ഥ മോശമായതുകൊണ്ട് ചിലപ്പോൾ നടന്നില്ലെങ്കിൽ പോലും കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും ഫണ്ട് ഇറക്കിയിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് അത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അത് നടപ്പിലാക്കിയെടുക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമാണ്, സ്വപ്നമാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക മേഖല ഒരുക്കും. ഗൾഫ് രാജ്യങ്ങളിലുള്ളതുപോലെ സർക്കാരിന്റെ നേതൃത്വത്തിലോ സ്വകാര്യ പങ്കാളിത്തത്തിലോ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി 10 ഏക്കറെങ്കിലും സ്ഥലം കണ്ടെത്തി താമസിക്കാനുള്ള ക്വാർട്ടേഴ്സുകൾ, മാർക്കറ്റുകൾ, വിനോദോപാധികൾ തുടങ്ങിയ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ലഭ്യമാകുന്ന വിധത്തിലായിരിക്കും ഇത്. പെരുമ്പാവൂരിലെ നമ്മുടെ അതിഥി തൊഴിലാളികൾ, ഈ തൊഴിലാളികൾ പെരുമ്പാവൂരിൽ വന്ന് നിറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പ്രത്യേകിച്ച് കണക്കൊന്നും പറയാൻ പറ്റില്ല. ഏകദേശം 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം എന്നൊക്കെ പറയാമെന്നല്ലാതെ ഇതിൻ്റെ ഒഫീഷ്യലായിട്ട് കണക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയാണെന്ന് ഇവിടെ ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിനകത്ത് ഇന്ത്യക്കാരാണോ വിദേശത്ത് നിന്ന് വന്നവരാണോ പോലും അറിയാൻ പറ്റില്ല. ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഒത്തിരി പേര് ആസാം വഴിയും പശ്ചിമബംഗാൾ വഴിയൊക്കെ കടന്നു വരുന്നുണ്ട്. അവരൊക്കെ ആധാർ കാർഡും മറ്റു രേഖകളൊക്കെ ഉണ്ടാക്കി കടന്നു വന്ന് ഇവിടെ താമസിക്കുന്നുണ്ട്. ഒരു കൊലപാതകമോ കുറ്റമൊക്കെ ചെയ്തിട്ട് ഇവിടുന്ന് കടന്നു പോയി കഴിയുമ്പോഴാണ് ആളറിയണത് അയാൾ ബംഗ്ലാദേശിലായിരുന്നു, ഏതോ രാജ്യത്ത് നിന്ന് വന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനികളെ കൊണ്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് കേട്ടു. ഏതൊക്കെയോ ആളൊക്കെ ഇവിടെ താമസിക്കുന്നു എന്നല്ലാതെ കൃത്യമായ കണക്കുകളോ രേഖകളോ ഉണ്ടായിട്ടില്ല. ഏറ്റവും അത്യാവശ്യം പെരുമ്പാവൂരിൽ പണിയെടുക്കാൻ വരുന്ന എല്ലാ അതിഥി തൊഴിലാളികളെയും നമ്മൾ സ്വീകരിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ, അതിന് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടെ താമസിക്കാൻ പാടുള്ളൂ. അത് ഒരു ശുദ്ധികലശം നടത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഏറ്റവും വലിയ കാര്യം അവരുടെ ഒരു ശുദ്ധികലശം നടത്തിയെടുക്കുക എന്നുള്ളത്. മീൻസ് ഒരു അവരുടെ ഡീറ്റെയിൽ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഗവൺമെന്റ് കയ്യിൽ ഉണ്ടാവണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ആർക്ക് വേണമെങ്കിൽ നമ്മൾ തൊഴിൽ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അവർക്ക് കൃത്യമായ രേഖകളോടുകൂടി ഇവിടെ താമസിക്കാനുള്ള ഒരു ഏർപ്പാട്, ഒരു കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് തന്നെ പറയുകയാണെങ്കിൽ അവരുടെ താമസ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ പെരുമ്പാവൂർ നിയമമണ്ഡലത്തിലോ അല്ലെങ്കിൽ പെരുമ്പാവൂരിന്റെ പരിസര പ്രദേശങ്ങളിലോ അവരെവിടെ വേണമെങ്കിലും താമസിക്കാനുള്ള സിറ്റുവേഷനാണ്. അതൊരു ശരിയായ രീതിയല്ല. ഇപ്പം നമ്മൾ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ദുബായിൽ ജോലി ചെയ്ത ഒരാളാണ്. ദുബായിലേക്ക് ലേബർ കോളനികളുണ്ട്, ലേബർ ക്യാമ്പുകളുണ്ട്. ഇവിടെ ബാച്ചിലേഴ്സായിട്ട് വരുന്ന ആളുകൾ നമ്മൾ റെസിഡൻഷ്യൽ ഏരിയയിൽ വന്നിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് കുറേ പേര് താമസിക്കുന്നു. ആ ഭാഗത്തുണ്ടാകുന്ന റെസിഡൻഷ്യൽ ഫാമിലി ആയിട്ട് കുടുംബമായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പല ഏരിയകളിലും. നമ്മളത് കാണുന്നില്ല എന്നുള്ളൂ. നാളെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടി പ്രത്യേക ഒരു ലേബർ ക്യാമ്പുകൾ,
അതിനകത്ത് സൂപ്പർ മാർക്കറ്റുകൾ, ഷോപ്പുകൾ, ഇൻഡിവിജ്വൽ ഷോപ്പുകൾ ഒത്തിരി ചെയ്യാം, സൂപ്പർ മാർക്കറ്റ് ചെയ്യാം. അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കി ഒരു 5 ഏക്കറോ ഒരു 10 ഏക്കറോ പ്രോപ്പർട്ടി അത് ഗവൺമെന്റോ സ്വകാര്യ മേഖലയിലോ കണ്ടെത്തി അവരെ ഒരു പ്രത്യേക മേഖലക്കുള്ളിലാക്കി അവർക്ക് സൗകര്യങ്ങൾ കൊടുക്കുക. അവർക്ക് എല്ലാ സൗകര്യങ്ങളും, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത് അവിടെ ജീവിക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്തു കൊടുക്കുക. മലയാറ്റൂർ, പെരിയാർ, കോടനാട് അഭയാരണ്യം, പാണിയേലിപ്പോര്, ഇരിങ്ങോൾക്കാവ്, കല്ലിൽ ഗുഹാക്ഷേത്രം എന്നിവയെല്ലാം ഉൾപ്പെടുത്തി തീർത്ഥാടന ടൂറിസം പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. ടൂറിസം രംഗത്ത് നമ്മുടെ ടൂറിസമാണ് ഇന്ത്യക്ക്, കേരളത്തിന് പ്രധാനമായ 2 വരുമാനം. ഒന്ന് പണ്ട് കൃഷിയായിരുന്നു. നമ്മുടെ കുരുമുളക്, ഏലം, കാപ്പി, തേയില, സുഗന്ധവ്യഞ്ജന വസ്തുക്കൾ, നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് തന്നെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു എക്സ്പോർട്ടിങ് അല്ലെങ്കിൽ അത് കയറ്റുമതി ചെയ്ത് കേരളം ഇനി സമ്പന്നമാവുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രാക്ടിക്കലാണ്. അത് കളയാനും പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ പേരും പെരുമയും അതിൻ്റെ അകത്താണ്. അതൊന്ന്. ഇത് നമുക്ക് ടൂറിസമായിട്ട് കണക്ട് ചെയ്ത് നമുക്കൊരു നല്ലൊരു വികസന പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത വെച്ചാൽ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെരിയാറാണ്. പെരിയാറിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വിശുദ്ധമായ ഒരു ദേവാലയം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ലോകം അറിയപ്പെടുന്ന ദേവാലയം മലയാറ്റൂർ പെരുമ്പാവൂരിന് ഏറ്റവും അടുത്താണ്. നമുക്ക് മലയാറ്റൂരിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് പെരിയാറിൻ്റെ തീരത്തുള്ള കോടനാട്, ആനക്കൂട്. കേരളത്തിൽ തന്നെ 2 ആനക്കൂടുകളാണുള്ളത്. ആന പരിശീലന കേന്ദ്രം കേരളത്തിൽ 2 ഉള്ളൂ. അതൊന്ന് നമ്മുടെ പെരുമ്പാവൂരിനടുത്ത് കോടനാടും, പിന്നെ ഒന്ന് കോന്നിയിലുമാണ്. നമ്മളത് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താ എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല. പൂട്ടിയിട്ടിരിക്കുകയാണ്. ആർക്കും കാണാൻ പോലും അനുവദിക്കുന്നില്ല. അതൊക്കെ തുറന്നു കൊടുക്കണം. ചെറിയൊരു പാസൊക്കെ വെച്ചിട്ട് അത് തുറന്നു കൊടുത്ത് ഇങ്ങനെയായി പണ്ട് കാലത്ത് ആനയെ കൂട്ടിലിട്ട് അതിനെ മെരുക്കിയെടുത്ത് കാട്ടിൽ നിന്ന് ആനയെ പിടിച്ച് മെരുക്കിയെടുത്ത് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാവുന്ന കഥകൾ. അതൊക്കെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാവുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ കപ്രിക്കാട് അഭയാരണ്യം, അതുപോലെ പാണിയേലിപ്പോര്, പിന്നെ കല്ലിലമ്പലത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ട്, നമ്മൾ തൊട്ടടുത്തെടുക്കും നമുക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. കേരളത്തിൽ ഇതുപോലെ ഒരു കല്ലിൽ തീർത്ത ഒരു നാച്ചുറലായിട്ടൊരു അമ്പലം കേരളത്തിൽ തന്നെ വേറെ ഇല്ല. അത്രയേറെ ഭംഗിയാണത്. അതുപോലെ തന്നെ ഇരിങ്ങോൾക്കാവ്. കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയിലോ ഒരു കോർപ്പറേഷനിലോ ഇത്രയും ഇടതൂർന്ന ഒരു വനം സ്ഥിതി ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏകദേശം 20 ഏക്കറിലധികം വരുന്ന ഒരു വനം, അതിൻ്റെ നടുക്ക് മനോഹരമായ ഒരു അമ്പലവും. ഈ ഇരിങ്ങോൾക്കാവും ഒരു ടൂറിസ്റ്റ് സ്പോട്ടിന്റെ കീഴിൽ ആക്കി അതൊരു സർക്യൂട്ട് ആക്കിയിട്ട് അത് മലയാറ്റൂര്, പാണിയേലിപ്പോര്, കോടനാട്, കപ്രിക്കാട് അഭയാരണ്യം, അതുപോലെ തന്നെ ഇരിങ്ങോൾക്കാവ്, കല്ലിലമ്പം, ഇതൊക്കെ ചേർത്തൊരു സർക്യൂട്ട് രൂപീകരിച്ച് പെരുമ്പാവൂരിലേക്ക് ഒരു 1 ഡേ ട്രിപ്പ് പോലെ കേരളത്തിൽ നിന്ന് ആളുകൾക്ക് വന്നെത്തിച്ചേരാൻ പറ്റുന്ന രൂപരേഖ ഉണ്ടാക്കിയെടുത്താൽ, അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ, ടൂറിസ്റ്റുകൾക്ക് കൊടുത്താൽ പെരുമ്പാവൂരിന്റെ ഉയർച്ച ടൂറിസത്തിലൂടെ ഒത്തിരി സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. BJP ജില്ലാ ജനറൽ സെക്രട്ടറി VK ഭസിത് കുമാർ, NDA കൺവീനർ അഗസ്റ്റിൻ കോലഞ്ചേരി, 2020 നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജയകുമാർ മോളത്ത്, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് P അനിൽകുമാർ, ലിഷ രാജേഷ്, PR രാഗേഷ്, MS സുനിൽ, R അജിത്, സാജൻ എന്നിവർ ജിബിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.